തൃശ്ശൂരിൽ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അത്തം ഓണം വരവറിയിച്ചുകൊണ്ട് തെക്കേ ഗോപനടയിൽ എക്കാലത്തും വിരിയാറുള്ള വലിയ പൂക്കളം വിരിഞ്ഞിരിക്കുന്നു. വലിയ സംഘാടക സമിതിയാണ് ഇതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ കണ്ണേട്ടറുണ്ട്, ഇതിൻ്റെ സംഘാടകരെല്ലാം ഉണ്ട്. കഴിഞ്ഞ തവണയ്ക്കും ഇതിനേക്കാൾ ഒരു അല്പം കൂടി വലുതായിരുന്നു. ഇത്തവണ അത് ചെറുതായിട്ടുണ്ട്. ഇത്തവണ പ്രത്യേകിച്ചും ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആഘോഷങ്ങളുടെ ഇത് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ, അതേസമയം അതിൻ്റെ പ്രൗഢി നമുക്ക് ഒട്ടും കുറയ്ക്കാനും പറ്റില്ല. ആ രീതിയിലാണ് ഇത് ഇപ്പോൾ ഈ രീതി അത്തക്കൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മുടെ ആഘോഷങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അത് മറ്റുള്ള ഒരു ജനവിഭാഗത്തെ ബാധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഇത് ആഘോഷിക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനം ഇവരെടുത്തിരിക്കുന്നത്. ഇത്തവണ സർക്കാരിൻ്റെ ഓണാഘോഷം ഇല്ലെങ്കിൽ പോലും മറ്റ് സംവിധാനങ്ങൾ വിപുലമായി നടക്കും. തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ അധികം കുടുംബങ്ങളാണ് ഇതുപോലുള്ള അവസരങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ ആഘോഷങ്ങളിലെല്ലാം ആ കുടുംബങ്ങളുടെയും കൂടി കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതോപാധി കൂടിയാണ് ഈ ആഘോഷത്തിൽ അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് അത് ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ഈ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും, അതേസമയം നമ്മളുടെ പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വം, സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നമ്മളെല്ലാവരും സഹകരിച്ച് ദുരിതബാധിതരെയും കൂടി സഹായിക്കുകയും വേണ്ടിയുള്ള ഒരു നടപടി എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കണ്ണേട്ടൻ ചേരിയാണ്. കണ്ണേട്ട, നമ്മളിത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. വളരെ ചെറിയ സംവിധാനത്തിൽ തുടങ്ങി. ഇപ്പോൾ തൃശ്ശൂരിലൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി അത്ത ദിവസം മാറുകയാണ്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരം ഇരുന്ന ആളുകൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഈ കൊല്ലം നമ്മുടെ വയനാട് ദുരന്തവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ എന്നാൽ ഓണം ഒരു സങ്കല്പമാണ്, അതൊരു പ്രതീക്ഷയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മത സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമാണും കൂടിയാണിത്. അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുകയും ഈ വയനാട് ദുരന്തത്തിൽ ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ട സംഖ്യ പരമാവധി അതിന് സഹായം ചെയ്യുക എന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഇതിൻ്റെ പ്രധാന സംഘാടകർ നിരവധി പേരുണ്ട്. അഡ്വക്കേറ്റ് ഷോബി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മളൊക്കെ പണ്ട് ഇവിടെ ഇരുന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ജെയ്സൺ അടക്കം, ഈ റിപ്പോർട്ടർ ജെയ്സൺ അടക്കം തുടങ്ങിയൊരു ഇവൻ്റാണിത്. ഇന്നിപ്പോൾ ഇത് പടർന്ന് പന്തലിച്ച് കേരളമല്ല ലോക മലയാളികൾ ഒന്നടക്കം ആവേശത്തോടെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു സംരംഭമായി ഇന്ന് TV എല്ലാവരും തുറക്കുന്നത് ഈ അത്തപ്പൂക്കളം കാണുവാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു വലിയൊരു സന്ദേശമാണ് ഇതുവഴി കൈമാറിയിരിക്കുന്നത്. ഈ വയനാട്ടിൽ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആ ഒരു സന്ദേശം ഒരു സമത്വ ഭാവനയുടേതാണ്, ഒരു സാഹോദര്യത്തിൻ്റെതാണ്. ആ സന്ദേശം കൈമാറുകയാണ് ഈ അത്തപ്പൂക്കളത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ സഹോദരങ്ങൾ വയനാട് ദുഃഖം അനുഭവിക്കുമ്പോൾ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൈത്താങ്ങാക്കിക്കൊണ്ടാണ് ഈ അത്തപ്പൂക്കളം ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ദൃശ്യങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തത്. തൃശ്ശൂർ കൗൺസിൽ പൂർണിമ ശരിയാണ്. ഈ മറ്റെന്തൊക്കെ ആക്ടിവിറ്റി ഇപ്പോൾ ഇത് കൂടാണ്ട് ഇവിടെ തൃശ്ശൂർ നഗരത്തിലുള്ളത് നമ്മൾ ഇപ്രാവശ്യം കുറേ ആശങ്കകളോടുകൂടി സർക്കാരിൻ്റെ ഒരു ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ പുലിക്കളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം സംയുക്തമായി ഒരുപാട് കലാകാരന്മാരും ഒരുപാട് പേർക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് ഈ പുലിക്കളിയെ നമ്മൾ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രാവശ്യം വയനാടിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പുലിക്കളിയുടെ കുടിയേറ്റം നടക്കുകയാണെന്ന്. ഏതായാലും CN ഗോവിന്ദൻകുട്ടി, ഇത് ഒരു ചെറിയ കൂട്ടായ്മയായി തുടങ്ങിയതാണ്. ഇന്നൊരു വലിയൊരു സംരംഭമായി മാറുന്നത്. തൃശ്ശൂരിലെ പുലിക്കളിയും പൂരവും കഴിഞ്ഞാൽ നഗരത്തിൽ നടക്കുന്ന ഒരു പ്രധാന ഇവൻ്റാണോ? ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം, അതുപോലെ തന്നെ പുലിക്കളി പോലെ തന്നെ ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പൂക്കളമാണ് തൃശ്ശൂർ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നത്. അത് ഒരു വർഷവും തെറ്റാണ്ട് മുടങ്ങാതെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു സാധാരണക്കാരായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഏതായാലും വയനാടിൻ്റെ ഓർമ്മ കൂടി പുതുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഓർമ്മ കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ ആഘോഷം അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി ഈ അത്തപ്പൂക്കളം മാറുകയാണ്. ഇനി എല്ലാ ദിവസങ്ങളിലും തൃശ്ശൂർ വലിയ ആഘോഷമാണ്. തൃശ്ശൂർ പൊതുവെ ഒരു ആഘോഷത്തിൻ്റെ കേന്ദ്രമാണ്. ആഘോഷത്തിന് മാറ്റുകൂട്ടാനായിട്ടാണ് ഇപ്പോൾ അത്തപ്പൂക്കളം തൃശ്ശൂർ തെക്കേ ഗോപുരടയിൽ വിരിയുന്നത്. ഇവിടെ പ്രധാനമായും ഏറ്റവും വലിയ ആകർഷണമായ കുടമാറ്റം നടക്കുന്ന സ്ഥലത്താണ് അത്തപ്പൂക്കളം വിരിയുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.